നമ്മളിപ്പോൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കും, വൈഫൈ ഉപയോഗിക്കും. വൈഫൈ അധികം ഉപയോഗിക്കുക എങ്ങനെ? ചിലപ്പം വീട്ടിലുണ്ടാവും, വീട്ടിലില്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളെ വൈഫൈ ഉപയോഗിക്കും, ഓഫീസിലെ വൈഫൈ ഉപയോഗിക്കും, അങ്ങനെ പല സ്ഥലത്തുള്ള വൈഫൈയും നമ്മൾ ഉപയോഗിക്കും. അതൊക്കെ നമുക്ക് ആരുതാന്നോ വൈഫൈ അവർ കണക്ട് ചെയ്ത് തരണം. ഇങ്ങനെ കണക്ട് ചെയ്ത് തരുന്ന വൈഫൈ നമ്മൾ തന്നെ മറ്റൊരു ഫോണിലേക്ക് നമുക്ക് എടുക്കണമെങ്കിൽ വീണ്ടും അവരോട് പാസ്വേഡൊക്കെ ചോദിച്ച് വാങ്ങണം. അതിന് നമുക്ക് മടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനും പാസ്വേഡ് നമുക്കറിയണം. ഇങ്ങനെ നമ്മളെ ഫോൺ കണക്റ്റായി നിൽക്കുന്ന വൈഫൈൻ്റെ പാസ്വേഡ് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമുക്ക് നമ്മളെ ഫോണിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. അതെങ്ങനെ എടുക്കാന്നുള്ളതാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും വൈഫൈ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ ഒരു കാര്യം, ഇത് മറ്റൊരാളെ വൈഫൈൻ്റെ പാസ്വേഡ് അറിയാനുള്ള ഒരു വഴിയല്ല. നമ്മളെ ഫോൺ കണക്റ്റായി നിൽക്കുന്ന വൈഫൈൻ്റെ പാസ്വേഡ് അതറിയാനുള്ളൊരു വഴിയാണ്. ഇപ്പൊ നമുക്കൊരാൾ കണക്ട് ചെയ്ത് തന്ന വൈഫൈ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് പാസ്വേഡ് മറന്നു പോയതാണെങ്കിലും ഈ വഴി കൂടെ നമുക്ക് ആ പാസ്വേഡ് മനസ്സിലാക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഫോണിന്റെ വൈഫൈ സെറ്റിംഗ്സിലേക്ക് പോവുക. വൈഫൈ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് കണക്റ്റ് ആയി നിൽക്കുന്ന വൈഫൈന്റെ ഓപ്ഷൻസ് എടുക്കുക. വൈഫൈന്റെ കൂടെ തന്നെ അതിന്റെ ഓപ്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ 3 ഡോട്ട് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു സെറ്റിംഗ്സ് ഐക്കൺ ആയിട്ടുണ്ടാവും. എങ്ങനെയായാലും ആ ഓപ്ഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. ക്ലിക്ക് ചെയ്തെടുത്താൽ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു QR കോഡ് ഉണ്ടാവും. ഓരോ ഫോണിലും ഓരോ ഭാഗത്താണ് ഉണ്ടാകുക. ചില ഫോണിൽ മേലെ ഉണ്ടാവും, അങ്ങനെ പല ഭാഗത്തുണ്ടാവും. നിങ്ങളെ ഫോണിൽ എവിടെയുള്ളത് നോക്കുക, ആ QR കോഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഈ QR കോഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം നമുക്ക്. പിന്നെ ഇത് വേണ്ട, പിന്നെ നമ്മൾ വൈഫൈ സെറ്റിംഗ്സിലേക്കൊന്നും വരണ്ട. QR കോഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം എടുക്കുക. ഞാനത് എടുക്കട്ടെ. ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഞാൻ അതങ്ങ് ക്ലോസ് ചെയ്ത് ഇനി നിങ്ങളെ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റന്റ് എടുക്കുക. ഗൂഗിൾ അസിസ്റ്റന്റിലേക്ക് എളുപ്പത്തിൽ നമുക്ക് പോവുകയുള്ള ഒരു വഴി ഏതാ? അതാണ് ഗൂഗിളിന്റെ ഐക്കൺ. ഗൂഗിളിന്റെ ഈ വിഡ്ജറ്റ് നിങ്ങളെ ഫോണിൽ ഉണ്ടെങ്കിൽ അതിന്റെ വലത് ഭാഗത്ത് ഒരു ക്യാമറ ഐക്കൺ കാണും. അല്ലെങ്കിൽ ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതിലും വലത് ഭാഗത്ത് ഒരു ക്യാമറ ഐക്കൺ കാണും. ആ ക്യാമറ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ ഗാലറി ഓപ്പൺ ആവും. കൂടെ മേലെ ഭാഗത്ത് ഒരു ക്യാമറ ഐക്കൺ ഉണ്ടാവും. ഈ ഗാലറി ഭാഗത്ത് നമ്മളെടുത്ത ആ സ്ക്രീൻഷോട്ട് ഉണ്ടാവും. ആ സ്ക്രീൻഷോട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ QR കോഡ് ഇത് സ്കാൻ ചെയ്തിട്ട് അത് സെർച്ച് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് എടുത്തു തരും. അങ്ങനെ എടുക്കുന്ന റിസൾട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തുണ്ടാവും. ആ വൈഫൈൻ്റെ പേര്, അതുപോലെ അതിൻ്റെ പാസ്വേഡ്. സംഭവം തിരിഞ്ഞ് കാണും. ഇങ്ങനെ നമുക്ക് നമ്മളെ ഫോണിൽ കണക്റ്റായി നിൽക്കുന്ന വൈഫൈൻ്റെ പാസ്വേഡ് മറന്നു പോയാലോ അല്ലെങ്കിൽ നമുക്കറിയാത്തതാണെങ്കിൽ അത് അറിയാനോ വേണ്ടിയിട്ട് ഈ QR കോഡ് കൂടെ ഗൂഗിൾ ലെൻസിൽ നിന്ന് സ്കാൻ ചെയ്ത് നമുക്ക് പാസ്വേഡ് എടുക്കാനാവും. ഇത് നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അറിഞ്ഞൂടാനുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അറിഞ്ഞൂടാത്ത സുഹൃത്തുക്കളും ഉണ്ടാവും, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ, അത് ഉമ്മക്കൊരു ബൂസ്റ്റാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.